അയാളൊരു ചക്രവർത്തിയാണ്, ആരെയും കീഴടക്കാൻ കഴിയുന്ന ചക്രവർത്തി. അയാളെ കണ്ട് ആ നാട്ടിലെ ജനങ്ങൾ ഭയന്നുപോയി. എന്നാൽ അയാൾ ഇത്തവണ ഈ മണ്ണിൽ കാലുകുത്തിയിട്ടുള്ളത് ആ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കാൻ വേണ്ടിയായിരുന്നു. ലൊബേറയുടെ പടയാളികൾക്കിടയിൽ എതിരാളികളെ കണ്ട് പരിചയമുള്ള മറ്റൊരാളുണ്ടായിരുന്നു. ഇദ്ദേഹം ലൊബേറയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വലിയ ശക്തനായിരുന്നു. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിനായി ഇറങ്ങുവാണ്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഒഡീഷ FC. ഇരു ടീമുകൾക്ക് ഈ ഒരു മത്സരം പ്ലേ ഓഫിലേക്ക് ഏറെ നിർണായകമായ ഒരു മത്സരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇരു ടീമിനും ജയം ഈ ഒരു കളിയിലും അനിവാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ കഴിഞ്ഞ പഞ്ചാബ് FCക്കെതിരെ വിജയിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി തയ്യാറെടുക്കുന്നത്. ഒഡീഷ FC വരുന്ന കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ FCക്കെതിരെ 2-2 സമനിലയിലാണ് ഒഡീഷ FC ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുന്നത്. എന്തായാലും ഈ ഒരു മത്സരം ഇരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫ് തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശ നൽകുന്ന കുറെ കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരന്തരമായിട്ടുള്ള സസ്പെൻഷനാണ് ഈ ഒരു കളിയിൽ വില്ലനാകുന്നത്. അടുത്ത ഒഡീഷ FCക്കെതിരെയുള്ള മത്സരത്തിൽ ഡാനിഷ് ഫാറൂഖ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങില്ല. കാരണം അദ്ദേഹത്തിന് 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷനാണ്. അതുപോലെ കഴിഞ്ഞ പഞ്ചാബുമായിട്ടുള്ള മത്സരത്തിൽ മിലോസ് ഡ്രീൻസിച്ചിന് ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു കളി കളിക്കാനുണ്ടാവില്ല. പിന്നെ ഐബാൻ ഡോലിങ്ങിന് ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒഫീഷ്യലായി ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് യെല്ലോ കാർഡായി മാറിയിട്ടുണ്ട് ഐബാൻ ഡോലിങ്ങിന്റെ. അതുകൊണ്ട് തന്നെ ഐബാൻ ഡോലിംഗ് അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ വിപിൻ മോഹനും ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നതിന്റെ വിവരമാണ് നമ്മളെ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു പക്ഷേ വിപിനും സെക്കൻഡ് ഹാഫിലൊക്കെ ചേഞ്ച് വന്നേക്കാം. അതുപോലെ തന്നെ ജീസസ് ജിമിനസ് ഈ ഒരു മത്സരം കളിക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിലും ഒഡീഷ FCയിലെ പല താരങ്ങൾക്കും സസ്പെൻഷൻ ഉണ്ട്. യുബോ ബോംബസിന് 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷനാണ്. അതുപോലെ തന്നെ പുട്ടിയേക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ പറ്റില്ല, 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ. ഈ ഒരു അവസരം ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ മുതലെടുക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ഡിഫിക്കൽട്ടി ഭയങ്കര സ്ട്രോങ് തന്നെയാണ്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച രാഹുൽ KP ഇത്തവണ ഒഡീഷ FCയിലാണ്. ഒഡീഷ FC കഴിഞ്ഞ ചെന്നൈ FCക്കെതിരെ സമനില പിടിച്ചത് നമ്മുടെ രാഹുൽ KPന്റെ ഒരു കിടിലൻ ഗോളിലൂടെ തന്നെയാണ്. എന്തായാലും രാഹുൽ KP ഈ ഒരു ഒഡീഷ FCയിൽ വളരെയധികം ഫോമായാണ് രാഹുൽ KP നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഫുൾ ടൈം കളിക്കാനുള്ള ചാൻസും ലൊബേറ എന്ന പരിശീലകൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു മത്സരം കണ്ടു തന്നെ അറിയാം. സോ ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഒഡീഷ FC നമുക്ക് ഈസി ആയിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറെ പ്രതീക്ഷ മൊറോക്കൻ വിങ്ങർ ആയിട്ടുള്ള നോഹ സദോയെ തന്നെയാണ്. എന്തായാലും നമുക്ക് ആ ഒരു മത്സരത്തിനായി കാത്തിരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.